ലെറ്റ് us make a shirt. നമുക്കൊരു ഷർട്ട് ഉണ്ടാക്കാന്നാ പറയുന്നത്. See the shirt Sebi and Joji made. Draw the same pattern on the right and make it prettier and color them too. സെബിയും ജോജിയും ഉണ്ടാക്കിയ ഷർട്ട് നോക്കാൻ വരികയാണ്. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് പാറ്റേൺസ് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സർക്കിൾ ഒക്കെ വെച്ചിട്ട്. അതേപോലെ റൈറ്റ് സൈഡിൽ കൂടി വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മേക്ക് ഈ ഷർട്ട് യൂസിങ് കളർഡ് പേപ്പർ ആൻഡ് പേസ്റ്റ് ഇറ്റ് ഹിയർ. കളർ പേപ്പർ വെച്ച് ഷർട്ട് ഉണ്ടാക്കി ഒട്ടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പൊ അതങ്ങനെ ചെയ്യണം. പിന്നെ ഇവിടെ ലെറ്റ് us write the prices. അപ്പൊ നമുക്ക് വിലകൾ എഴുതാന്ന് പറയുക. വി വിൽ പേസ്റ്റ് ദ പ്രൈസ് സ്റ്റിക്കേഴ്സ്. നമുക്ക് പ്രൈസ് സ്റ്റിക്കേഴ്സ് പേസ്റ്റ് ചെയ്യാം, ഒട്ടിക്കാന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ഇവിടെ കുറെ പ്രൈസ് ടാഗ്സ് തന്നിട്ടുണ്ട്. അത് എത്ര എമൗണ്ട് ഒക്കെ വരുമെന്ന് നോക്കാം. 75, 50, 40, 20, 90, 85, 59. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പ്രൈസ്? അപ്പൊ ഈ കൂട്ടലിന്റെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ഏതാണ്? 90. അപ്പൊ 90 അവിടെ എഴുതുക. അറേഞ്ച് ദീസ് പ്രൈസസ് ഫ്രം ദി ലോവസ്റ്റ് ടു ദി ഹയസ്റ്റ് ഇൻ ഓർഡർ. അപ്പം ഈ പ്രൈസസ് ഏറ്റവും ചെറുതിൽ നിന്ന് വലതിലോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അസെൻഡിങ് ഓർഡർ എഴുതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? 20, പിന്നെ 40, പിന്നെ 50, 59, 75, 85, 90. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സോണു ഹാസ് എ 50 rupee നോട്ട് ആൻഡ് എ 10 rupee നോട്ട്. ഡോൾസ് ഓഫ് വാട്ട് ആൾ പ്രൈസസ് ക്യാൻ ഹി ബൈ? അപ്പൊ ഇതിൽ പറയുന്നത് സോനുവിന്റെ കയ്യിൽ ഒരു 50 രൂപ നോട്ടും 10 രൂപ നോട്ടും ഉണ്ട്. അപ്പോൾ പാവകൾ ഏതൊക്കെ വിലയിലുള്ള പാവകൾ സോനുവിന് വാങ്ങാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. 50 റുപ്പീസിന്റെ പാവം മേടിക്കാൻ പറ്റും, പിന്നെ 59 റുപ്പീസിന്റെ മേടിക്കാൻ പറ്റും, പിന്നെ ഒരു 40ന്റെയും 20യുടെയും പാവം കൂടെ മേടിക്കാൻ പറ്റും. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്ന ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്, എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് എഴുതാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാൻ സോനു ബൈ 2 dolls? സോനുവിന് 2 പാവകൾ മേടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരിക്കുക. സാധിക്കുമല്ലോ, കാരണം 50 അതേപോലെ തന്നെ 10 rupee ഉള്ളത് കൊണ്ട് മേടിക്കാൻ പറ്റും. അപ്പം യെസ്, ഹി ക്യാൻ ബൈ എ ഡോൾ ഓഫ് ₹40 ആൻഡ് എ ഡോൾ ഓഫ് ₹20. അപ്പം 40യുടെയും 20യുടെയും അങ്ങനെ 2 പാവകൾ മേടിക്കാനായിട്ട് സോനുവിന് പറ്റൂന്ന് പറയുക. പിന്നെ ഇവിടെ ലെറ്റ് us stack the boxes. നമുക്ക് പെട്ടികൾ അടുക്കി വെക്കാം എന്ന് പറയുക. ലുക്ക് അറ്റ് ദ ബോക്സസ് ഓഫ് ഡോൾസ് stacked in 2 piles. പാവകൾ നിറച്ച പെട്ടികൾ രണ്ടും കൂട്ടമായി അടുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ എന്ന് പറയുന്നു. അപ്പം ഇത് നമുക്ക് എണ്ണി നോക്കാം. നമ്പർ കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഉണ്ട്. അപ്പൊ ഇത് 10 ഉണ്ട്. പിന്നെ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതിലുള്ളതും ഇതിലുള്ളതും കൂടെ കാൽക്കുലേറ്റ് ചെയ്താണ്. അപ്പം ഇവിടെ 10ഉം ഇവിടെ 8ഉം. അപ്പൊ 10 + 8 എത്ര കിട്ടും? 18. See the box stacked another way. വേറൊരു രീതിയിൽ ബോക്സ് അടുക്കി വെച്ചിരിക്കുന്നത് നോക്കാൻ പറയുക. അപ്പൊ ഇവിടെ എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പൊ അവിടെ 12 ഉണ്ട്. പിന്നെ 1, 2, 3, 4, 5, 6 ഉണ്ട്. അപ്പം 12 + 6 വരും. അപ്പം 12 + 6 വന്നാലും എത്രയാ? 18 തന്നെ. പിന്നെ ഇതില് ഇൻ വാട്ട് അനദർ വേസ് ദ ബോക്സസ് ക്യാൻ ബി സ്റ്റാക്ഡ്. ഇതുപോലെ മറ്റേതൊക്കെ രീതിയിൽ പെട്ടികൾ അടുക്കി വെക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും? ഇതിൽ ഓൾറെഡി ഒരെണ്ണം കൂടി തന്നിട്ടുണ്ട്. 10 + 8 തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ രീതിയിൽ? 17 + 1, അതുപോലെ തന്നെ 16 + 2, 15 + 3, 14 + 4, 3 + 15, 11 + 7. അപ്പൊ ഇതൊക്കെ വന്നാലും എത്രയാ? 18 തന്നെ കിട്ടും. ഇനി ഈ പേജ് നോക്കാം. ഡിയർ ബൈ 2 rolls ഓഫ് ത്രെഡ് ആൻഡ് എ നീഡിൽ. അപ്പം അപ്പൊ അച്ഛൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ 2 നൂലിന്റെ കെട്ടും ഒരു സൂചിയും വാങ്ങാൻ പറഞ്ഞിരിക്കുക.
അപ്പം ഇവിടെ നോക്കാം നമുക്ക്. അപ്പൊ ഈ കുട്ടി കടയിൽ വന്നു. ഐ വാണ്ട് 1 roll of thread and 2 needles. അപ്പം നമ്മുടെ കുട്ടി ഈ കടക്കാരനോട് പറയുവാണ്, എനിക്ക് ഒരു നൂലിന്റെ കെട്ടും 2 സൂചിയും വേണമെന്ന്. അപ്പൊ നമ്മുടെ കടക്കാരൻ പറയുക, 1 roll of thread is 10 rupees and a needle is 5 rupees. അപ്പം ഒരു നൂലിന്റെ കെട്ടിന് 10 രൂപയും അതുപോലെ തന്നെ ഒരു സൂചിക്ക് 5 രൂപയുമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കുട്ടി എന്തോ ചിന്തിക്കുന്നത്, ഓ made a mistake. Will I get 2 needles for the price of 1 roll of thread? ഒരു നൂലിന്റെ വിലയ്ക്ക് 2 സൂചി കിട്ടുമോ എന്ന് ഈ കുട്ടി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ, വിച്ച് കോസ്റ്റ് മോർ, 2 needles and 1 roll of thread or 1 needle and 2 roll of thread. അപ്പം ഇതിലേതാണ് കൂടുതൽ പൈസ വേണ്ടി വരിക, അല്ലെങ്കിൽ വില കൂടുതൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 needles and 1 roll of thread ആണോ അതോ 1 needle and 2 roll of thread ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? 2 needlesന് എത്ര രൂപ വരും? ഒരു നീഡിലിന് 5 rupees. അപ്പൊ 2 നീഡിലിനാകുമ്പോ എത്രയാ? 10 ആകും. അപ്പൊ 10 വന്നു. അതിന്റെ കൂടെ 1 roll of threadന് എത്രയാ? 10. അപ്പൊ 10 plus 10 എത്രയാ? 20 വരും. അതുപോലെ തന്നെ 1 needle and 2 rolls of thread എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1 needle 5 ആണ്. അതുപോലെ തന്നെ 2 rolls of thread എത്ര വരും? 10 plus 10 എത്രയാ? 20. അപ്പൊ 5 plus 20 25. അപ്പൊ സെക്കൻഡ് വൺ ആണ് കറക്റ്റ് ആൻസർ. 1 needle and 2 rolls of thread ആണ് കോസ്റ്റ്ലി ആയിട്ടുള്ളത്.